ഹായ്, വയനാട് കർഷകൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നിലക്കടല നല്ല കരുത്തോടെ മുളപ്പിച്ചെടുത്ത് വേര് പിടിപ്പിച്ച് നട്ടുവെക്കുന്ന നല്ല ഒരു രീതിയാണ്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കടയിൽ നിന്ന് വാങ്ങിയ പച്ച നിലക്കടല ഒരു പിടി എടുത്തിട്ടുണ്ട്. ഈ കടല വെച്ചിട്ടാണ് നമ്മൾ മുളപ്പിച്ചെടുക്കുന്നത്. മുളപ്പിക്കാൻ വേണ്ടിയിട്ട് നിലക്കടല വാങ്ങുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരുപാട് പഴകിയ നിലക്കടല വാങ്ങാതിരിക്കുക. കാരണം വിത്ത് എടുത്തിട്ട് 6 മാസത്തിൽ കൂടുതലായത് മുളയ്ക്കുവാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഏകദേശം പുതിയ കടല തന്നെ വാങ്ങാൻ ശ്രമിക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ നിലക്കടല ഒരു കോട്ടൺ തുണി നനച്ച് അതിനകത്ത് വെച്ചിട്ട് ഏതെങ്കിലും എയർ ടൈറ്റ് ആയിട്ട് ഐസ്ക്രീമിൻ്റെ പാത്രമോ ഏതെങ്കിലും ടിന്നിലോ അടച്ചു വെക്കുക. 3 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഓപ്പൺ ചെയ്യാവുള്ളൂ. ഇപ്പം ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് 4 ദിവസം ആയപ്പം ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഓപ്പൺ ചെയ്ത് കഴിയുമ്പം എന്താണ് അവസ്ഥ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. എത്രത്തോളം മുളയ്ക്കുമോ ആ മുള വന്നത് മാത്രമേ അതിനകത്ത് മുളയ്ക്കുകയുള്ളൂ, അല്ലാത്തത് മുളയ്ക്കില്ല, വേസ്റ്റാണ്. അപ്പം ഇതിനകത്ത് ഞാൻ ഒരു പിടി എടുത്തു വെച്ചതിൽ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരു 1/4 ഭാഗം, ഒരു 15 പീസ് 16 പീസേ ഇതിനകത്ത് നല്ല പോലെ മുള വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഒരു ചീഞ്ഞ പോലെ ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് മുളയ്ക്കില്ല. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ നല്ല പോലെ മുള വന്നത് മാത്രം ഒന്ന് തിരഞ്ഞെടുത്ത് മാറ്റിയെടുത്ത് വെക്കുക. ഇപ്പം മുളപ്പിക്കാൻ വെച്ചതിൽ നിന്ന് ഇത്രയും കരുത്തുള്ള മുളകളുള്ള പീസുകളാണുള്ളത്, കടലകളാണുള്ളത്. അപ്പോൾ ഈ കടലകൾ എടുത്ത് മാറ്റി ഇനി നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ മണ്ണിൻ്റെ മിക്സിംഗ് ആണ്. ഈ മണ്ണിൻ്റെ മിക്സിംഗ് ഒരു വെറൈറ്റി ഉണ്ട്, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ആദ്യം ഒന്ന് മണ്ണ് സെറ്റ് ചെയ്തെടുക്കാം. നിലക്കടല കൃഷി ചെയ്യുമ്പോൾ 3 കാര്യങ്ങളാണ് മിക്സ് ചെയ്യുന്നത്. ഒന്ന് മണ്ണ്, അതുപോലെ മണൽ, മൂന്നാമത് ചാണകപ്പൊടി. ഈ 3 സമമായിട്ട് ചേർത്ത് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിലാണ് നമ്മൾ നിലക്കടല കുഴിച്ചു വെക്കുന്നത്. മണലില്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് എംസാൻഡ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഉപകാരം എന്ന് പറയുന്നത് പെട്ടെന്ന് ഈ മിക്സിനകത്തേക്ക് വേരുകൾ പെട്ടെന്ന് ഇറങ്ങിച്ചെല്ലും. അതുകൊണ്ടാണ് മണലും കൂടെ ഇതിൽ കൂടെ ചേർക്കുന്നത്. സാധാരണയായിട്ട് എല്ലാവരും പറയാറുണ്ട്, ഇങ്ങനെ എങ്ങനെ കുഴിച്ചു വെച്ച് കഴിഞ്ഞാലും കടല ഉറുമ്പ് തിന്നുകയും തിന്നിട്ട് പോവുകയും ചെയ്യുകയാണ്, മുളയ്ക്കുന്നില്ല, അല്ലെ വേരുകൾ തിന്നു പോവുകയാണ്, ഇങ്ങനെയൊക്കെയുള്ള പല കംപ്ലൈൻറ്റുകൾ വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ ചെയ്യുന്നത് പോലെ ചെയ്താൽ നിങ്ങൾക്ക് ഒരു കംപ്ലൈൻറ്റും വരില്ല. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു 6 പേപ്പർ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഈ 6 പേപ്പർ ഗ്ലാസ്സിനകത്തേക്ക് മണ്ണ് നിറച്ചിട്ട് ഈ മിക്സ് നിറച്ചിട്ട് ഈ 3 കൂടിയുള്ള മിക്സ് നിറച്ച് അതിനകത്തേക്ക് 2 കടലയുടെ വിത്തുകൾ വീതം നട്ടുവെക്കുന്നുണ്ട്. നട്ടുവെച്ച് മേലെ മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് ഇതിനകത്തേക്ക് വേരിറങ്ങി ശരിക്ക് തണ്ട് മേലെ വന്നതിന് ശേഷം ഒരു ഉറുമ്പിൻ്റെയോ കാര്യങ്ങളോ ആക്രമണമോ ഒന്നും ഉണ്ടാകില്ല. കാരണം പരിപ്പായിട്ടിരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ ആക്രമണം ഉണ്ടാകുന്നത്. അപ്പം പിന്നീട് അതിന് ഇല ആയിക്കഴിഞ്ഞാൽ ആക്രമണം ഉണ്ടാകില്ല. അതിന് ശേഷമാണ് നമ്മൾ ചട്ടിയിലേക്കോ ഗ്രോ ബാഗിലേക്കോ അല്ലെങ്കിൽ മണ്ണിലേക്കോ കുഴിച്ചു വെക്കുന്നത്. ഇപ്പോൾ പേപ്പർ ഗ്ലാസ്സിലെല്ലാത്തിലും നിറച്ച് മണ്ണെല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ മുളപ്പിച്ച് വെച്ചിരിക്കുന്ന ആ വിത്തുകൾ എടുത്തിട്ട് 2 സൈഡുകളിലായിട്ട് 2 വിത്ത് വീതം, ഒരു ഗ്ലാസ്സിൽ 2 വിത്താണ് വെച്ച് കൊടുക്കുന്നത്, 2 സൈഡിലായിട്ട്. കാരണം ഇതിൻ്റെ 2 സൈഡിലോട്ടും വേരിറങ്ങി നല്ലപോലെ ക്ലിയറായി കിട്ടും. അതിനുശേഷം ഒരു 10 ദിവസമോ 15 ദിവസമോ കഴിയുമ്പോഴേക്കും അതിനകത്ത് വേരിറങ്ങി ഇലകൾ മേലെ വരും. അത്യാവശ്യം ചെറിയൊരു ഇലകൾ വന്ന് തുടങ്ങിയതിന് ശേഷമാണ് നമുക്ക് ചാക്കിലോട്ട് മാറ്റുകയോ ബക്കറ്റിലോട്ട് മാറ്റുകയോ ചെയ്തിട്ട് മണ്ണ് ഉള്ള സ്ഥലത്തേക്ക് മാറ്റുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും ഗ്ലാസ് പൊട്ടിച്ച് കളഞ്ഞാൽ മതി, പുറത്തുനിന്ന് പൊട്ടിച്ച് കളഞ്ഞാൽ മതി, ഒരു വേരുകൾക്കൊന്നും സംഭവിക്കില്ല. അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ആ സമയം കൊണ്ട് ഏതെങ്കിലും ഉറുമ്പോ കാര്യങ്ങളോ ഒക്കെ കയറി ആക്രമിക്കുന്നതെല്ലാം നിന്ന് പോവുകയും ചെയ്യും. ഇപ്പോൾ 2 വീതം എല്ലായിടത്തും എല്ലാ ക്ലാസ്സുകളിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 15 ദിവസം കഴിയുമ്പോഴത്തെ 10 ദിവസം 15 ദിവസം കഴിയുമ്പോഴത്തേനും മുളയെല്ലാം വന്ന് ഇലയെല്ലാം ആയി കഴിയുമ്പം നമുക്ക് ഗ്രോ ബാഗിലോട്ടോ ചാക്കിലോട്ടോ മാറ്റുന്ന വീഡിയോ കാണിച്ചു തരാം. എന്നാൽ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൻ. ഗുഡ് ലക്ക് എവരിബഡി.